ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഒരു സാധനം ഉണ്ടാക്കാൻ പോകും. എന്തെന്നറിയാമോ? അവില് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ഞാൻ അവില് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിടാം. വാ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിടാം. വാ. ഇത് 3/4 കിലോ ഉണ്ട്. ശർക്കര ഞാൻ വെള്ളം ഒഴിച്ച് ഇത് പാനിയാകാനായിട്ട്, പാനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ, കരടുകളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം അതാക്കാം. ഇതൊന്ന് അലിയാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് അടപ്പ് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അവില് വിളയിച്ചതിൽ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന അവിലുണ്ട്, അതുകൂടാതെ പൊട്ടുകടല, പിന്നെ തേങ്ങ കൊത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 10 ഏലക്ക, ഇത് ജീരകമില്ലേ, നമ്മുടെ സാധാരണ ജീരകം വറുത്ത് പൊടിച്ചതാണത്, ഇത് എള്ള്. കണ്ട, ഇത് രണ്ടും ഇത് നന്നായിട്ട് മൂപ്പിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവും, നെയ്യിലിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. പിന്നെ ഇത് എല്ലാം ആഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഇതും അത് തന്നെ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ. ഇത് മൂത്തതിന് ശേഷം ഇത് അതിൻ്റെ അകത്തിട്ടും അതിൻ്റെ കൂടെ ഇതിട്ട് പിന്നെ നമ്മുടെ ഇതെല്ലാ സാധനങ്ങളും ഇട്ട് ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ പാനി, അതായത് ഇതിനകത്ത് വല്ല തരിയോ വല്ല വേസ്റ്റ് വല്ലതും ഒക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളിടുന്നതാണ്, അരിച്ചെടുക്കുന്നതാണ്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. ഇത് പാകമായി, ഇതിനെ അരിച്ചെടുക്കാം. ഇതാ, ഇനി ഞാൻ ഇതിനകത്ത് വല്ല ഇതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു പാത്രം എടുത്ത് കണ്ടോ, നല്ല ശർക്കരയായിരുന്നു, അത് കാരണം വലിയ വേസ്റ്റ് അങ്ങനെ ഇതൊന്നും ഇല്ല, തരിപ്പൊന്നും ഇല്ല. കണ്ടോ, ഞാൻ ഈ പിന്നെ അവിലില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ, അത് കാരണം ജസ്റ്റ് ഞാൻ വെയിലത്തൊക്കെ വെച്ച് ഇത് പാറ്റി പറക്കിയൊക്കെ എടുത്തതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് ചൂടാക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ അവിലെല്ലാം ഒന്ന് ചൂടായി വരാനായിട്ട്. ഇത് ഈ അവിലൊന്ന് ചൂടായി വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓണാക്കിയേക്കുന്നത് കേട്ടോ, അല്ലാതെ ഒരുപാട് നേരം ഇതിനായിട്ട് ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാം ഒരു ചൂടടിക്കാൻ വേണ്ടി മാത്രം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് എടുക്കുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതല്ലേ. ഓക്കെ, കണ്ടോ അവല്, കണ്ടോ ഇത്രയും ചൂടാവണം. അപ്പം ചൂടായിട്ട് ഇതിനകത്ത് വല്ല ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതങ്ങ് പൊക്കോളും. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേന് നല്ല ഇതായി. കണ്ട, ഒരു ചെറിയൊരു അത് തൊടുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ചൂടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ ഗ്യാസ് ഓഫാക്കണം. ഇനി ഇത് ഇരുന്ന് ഇച്ചിരി ചൂടാവട്ടെ. ചൂട് ഓക്കെ, ഇത്രയും മതി. ഇത് ഇത്രയും ചൂടായാൽ മതി. ഇത് കണ്ടോ, നമ്മുടെ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ടില്ലേ, അതിനി നമ്മുടെ പാകത്തിന് ആവണം. അതായത് ഇതിന്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ ഒട്ടണം. ആ ഒരു പാകം ആകുന്നവരെ ഇതിനെ വറ്റാനായിട്ട് വിടണം. വറ്റാനെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം വറ്റണം. ഈ പൊട്ടുകടല പിന്നെ തേങ്ങ ഇതൊക്കെ നമ്മൾ മൂപ്പിക്കും, നെയ്യിലിട്ട് മൂപ്പിക്കും. അതുവരെ ഇതിന് ഇത് പാകമായിരിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നൂല് പോലെ, നല്ല നൂല് പോലെ വരണം. ഓക്കെ, നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അതായത് ഇതിന്റെ നൂല് പോലെ ഉണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടണം. കണ്ട, ഇതാണ് പാകം. ഇനി ഇതിനെ ഞാൻ ഓഫാക്കാൻ പോവാണേ. ഇതിൽ ചീനിച്ചട്ടിയിൽ ഞാൻ 50 ഗ്രാം നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഈ പിന്നെ തേങ്ങാക്കൊത്ത്, കുറച്ചും കൂടെ ചെറുതാണ് നല്ലത്. ഇത് പപ്പ അരിഞ്ഞു വന്നുകൊണ്ടാണ് ഇച്ചിരി വലുതായി പോയത് കേട്ടോ. ഇത് കണ്ട, നെയ്യ് ചൂടായിട്ടുണ്ടേ, അതിനകത്തോട്ട് ഞാൻ ഇതിട്ട് കൊടുക്കുക. അത് ഒരു ബ്രൗണിഷ് കളർ ആവണം. കണ്ടോ, നമ്മൾ അവല് മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ ചൂടാക്കി വെച്ചിരുന്നത്, അതിനകത്തോട്ട് ഞാൻ ഈ പാനി ഒഴിക്കുവാണ്. കുറേശ്ശെ
ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂട് വേണേ, ഒരുപാട് ചൂടാവരുത്, ഒരിച്ചിരി തണുക്കണം ഇത്. എല്ലായിടവും നമ്മൾ ഒഴിക്കുമ്പോഴെല്ലായിടവും പറ്റണം, വറ്റുകയല്ല, പറ്റണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ചാണ് ഇടേണ്ടത്. പക്ഷെ എനിക്ക് അത് മൂപ്പിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചീനിച്ചട്ടിയില്ലേ, മൂപ്പിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണം നമ്മൾ പാനിയാക്കാൻ. അപ്പം അതാണ് നമുക്ക് സൗകര്യം, ഇളക്കാനും ഒക്കെ സൗകര്യം അതാണ്. നമ്മുടെ ഇത് ചൂടാകുന്നുണ്ട്, അത് കരിയാൻ പാടില്ല, മൂത്ത് വരണം. അതവിടെ ചുമന്ന കളർ പോലെ ആവണം, അതാണ് അതിൻ്റെ പാകം. എല്ലാം ആവണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ തിരിച്ചൊഴിച്ചത് എന്തുകൊണ്ടാണെന്ന്. തിരിച്ചൊഴിച്ചത് ചീനിച്ചട്ടി ആണെങ്കിൽ ഇളക്കം ഭയങ്കര പാടായിരിക്കും. ഇത് ഇത്ര ആയാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കണം. പൊട്ടുകടല അങ്ങ് ഒരുപാട് ആവണ്ട, പൊട്ടുകടലയും നമ്മുടെ എള്ളും ഒന്നും ഒരുപാട് ആവണ്ട. ജസ്റ്റ് അതൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിന് നെയ്യ് കിടന്ന് അങ്ങ് ചൂടാകുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നെയ്യിലിട്ട് ആക്കുന്നത്. ഇച്ചിരി കൂടെ ആവണം അവിടെ കേട്ടോ. നമ്മുടെ പൊട്ടുകടല ഇത്ര ആയാൽ മതി. പൊട്ടുകടല അത് നെയ്യ് കിടന്ന് ഒന്ന് കണ്ട ചെറുതായിട്ട് കളർ മാറിയതുണ്ട കണ്ട, അത്ര ആയാൽ മതി. അത് നമുക്കിങ്ങനെ ഇങ്ങനെ കറമുറാന്ന് അങ്ങനെ കടിക്കേണ്ടതുള്ളത്. ഇതെന്തൊന്ന് മനസ്സിലായോ? എള്ള് അതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഇത് മനസ്സിലായോ? ഇത് ഏലക്ക പൊടിച്ചതല്ല, ഞാൻ ചതച്ചതാണ്. ഇതെന്താണ് മനസ്സിലായോ? ഇത് ജീരകപ്പൊടി. ഞാൻ ഇത് വറുത്ത് പൊടിച്ചതാണ്. ഇത് ഒഴിച്ചിട്ട് അതിനെ മുത്തോട്ടങ്ങ് വെതറി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്ര ആയാൽ മതി. ഓഫാക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് വെച്ച് നെയ്യ് എല്ലടം ഇളക്കി നമ്മൾ പൊട്ടുകടലയും നമ്മുടെ തേങ്ങാക്കൊത്തും എള്ളും പിന്നെന്താ ഇട്ട ഇതില് ജീരകപ്പൊടി ഇട്ടില്ല, നമ്മുടെ മസാല അല്ലല്ലോ, ഏലക്ക എല്ലാം ഇട്ടതാ. ഇനി ഈ മസാലയല്ല, ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണേ. വയറിനൊക്കെ നല്ലത് ആണ്.
അതുകൊണ്ടാണ് ഞാൻ ഒരു സ്വല്പം ജീരകം അതിനകത്ത് ഇടുന്നത്. എല്ലാവരും ഇടത്തില്ല, ചിലരൊക്കെ ഇടത്തുള്ളൂ. ആ നെയ്യ് എല്ലായിടും ഒന്നാകാൻ വേണ്ടിയാണ് ഇതേപോലെ നോക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഞാൻ അടപ്പിൽ ഒരു സ്വല്പ നേരം കൂടെ ഒന്ന് പിന്നെ ഇത് ചൂടാകാനായിട്ട്, മൊത്തത്തിലെല്ലാം കൂടെ നെയ്യ് കിടന്നൊന്ന് ആകാനായിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ അവല് വിളയിച്ചത് ആയിരിക്കും. തണുക്കണം. ഇനി ഇപ്പം ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവല് വിളയിച്ചതാണ്. ഈ അവല് വിളയിച്ചത് കാണുമ്പോഴേ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ഈ ഓണമൊക്കെ ആകുമ്പോഴേ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി സ്ഥിരം അവല് കൊണ്ടുവരും ഈ ഓണമൊക്കെ ആകുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്. കണ്ടോ നമ്മുടെ വിളയിച്ച അവല് തണുത്തപ്പോഴത്തേന് കണ്ടോ എല്ലാം വേറെ വേറെ ആയത് കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ ഒരു സ്വല്പം എടുത്തങ്ങോട്ട് കഴിച്ച് നോക്കണം. മക്കളതാ ഇച്ചിരി കൈ കാണിച്ചേ. ഇതാ ടേസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാണോ? മമ്മി പറഞ്ഞു നോക്കട്ടെ. അടിപൊളി കേട്ടോ. ഞാൻ എള്ളും ആ തേങ്ങാക്കൊത്തും പിന്നെ പൊട്ടുകടല ഭയങ്കര ടേസ്റ്റ്. ജീരകം പൊടിച്ചിട്ടില്ലേ, സൂപ്പർ. വേറെ നല്ലൊരു ഫ്ലേവർ. എല്ലാവർക്കും ഓക്കെ, ടാറ്റ, ബൈ ബൈ. നല്ലൊരു കുപ്പി കോരി വെക്കണേ.